ഹായ് ഗായ്, സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് സ്നേഹപൂർവ്വ ശ്യാമ എന്ന സീരിയലിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് കണിമംഗലത്തിനെതിരെ അവിടെയുള്ള അസോസിയേഷനും പോലീസ് സ്റ്റേഷനിലും അതേപോലെ വനിതാ കമ്മീഷനിലും എല്ലാവർക്കും കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുകയാണ്. അവരെ വീട്ടു തടങ്കലിന് പട്ടിണി കിട്ടിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നേരെ വെളുക്കുന്ന സമയത്ത് നമ്മുടെ പത്മിനി ഗേറ്റ് വാതിലൊക്കെ തുറന്ന് നോക്കുമ്പോൾ അസോസിയേഷനിലെല്ലാം എല്ലാവരും അവിടെ വീട്ടുമുറ്റത്തുണ്ടാവും. എന്നിട്ട് അവരുടെ അകത്തൊക്കെ കയറി ഇരിക്കാൻ പറഞ്ഞൊക്കെ ചെയ്തല്ലോ. എന്നിട്ട് ഈ അസോസിയേഷനിലുള്ള ഒരാൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങളിവിടെ വന്നത് ഞങ്ങൾക്കൊരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വരുണ് ചോദിക്കുന്നുണ്ട്, എന്ത് കംപ്ലയിൻ്റാണ്, ആരുടെ കംപ്ലയിൻറ്റ് എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നുണ്ട്, അത് പണ്ട് ഇവിടെ ഗേറ്റിനടുത്ത് സമരം ചെയ്തിരുന്ന ഒരു സ്ത്രീയില്ലേ, ആറ്റുവാശ്ശേരിയിലെ സുകുമാരിയും പിന്നെ അവരുടെ കൊച്ചുമകൾ നിങ്ങളുടെ മുൻ ഭാര്യയായിട്ടുള്ള പ്രിയങ്കയും കൂടി അവർ രണ്ടുപേരുമാണ് കംപ്ലയിൻറ്റ്. ഞങ്ങൾക്ക് മാത്രമല്ല കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത്, ഞങ്ങൾക്കും വന്നിട്ടുണ്ട്. അതുപോലെ പോലീസ് സ്റ്റേഷനിലേക്കും പോയിട്ടുണ്ട്, വനിതാ കമ്മീഷനിലും എല്ലായിടത്തും കംപ്ലയിൻറ്റ് പോയിട്ടുണ്ട്. അവരെ വീട്ടു തടങ്കലിലിട്ട് പട്ടിണിക്ക് എടുത്തിരിക്കുകയാണെന്നാണ് കംപ്ലയിൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇവരാകെ ഞെട്ടിയിരിക്കുകയാണ്. കണിമംഗലത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖമൊക്കെ നോക്കി ആകെ ഷോക്കായി നിൽക്കുകയാണ്. അവരെല്ലാവരും സംസാരിക്കുന്നതൊക്കെ ജനലിനപ്പുറത്ത് ഇരുന്നിട്ട് ഈ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്ക കൂടി ഇപ്പം കിട്ടുമെന്നുള്ള മട്ടിലാണ് അവിടെ നിൽക്കുന്നത്. എല്ലാം അപ്പുറത്ത് നിന്ന് നോക്കി കാണുകയാണ്. അപ്പോൾ ഇയാൾ ഈ സംസാരിക്കുന്നത് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പോയി എന്നൊക്കെ പറയുമ്പോൾ വരുണ് അങ്ങോട്ട് അസോസിയേഷൻ്റെ ആ സെക്രട്ടറിനോട് തിരിച്ച് ചോദിക്കുന്നുണ്ട്, സർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അസോസിയേഷനിൽ എത്ര പരിമിതി വരെ ഈ പ്രവർത്തനങ്ങൾ പോകാമെന്നൊക്കെ ഏകദേശം എനിക്കറിയാം. അതുകൊണ്ട് ഈ അസോസിയേഷനിൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാരിൽ കുടുംബ കാര്യത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ നടക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളൊന്നും ഈ അസോസിയേഷനിലുള്ള ആൾക്കാർക്ക് ഉണ്ടോ എന്നൊക്കെ വരുന്ന അയാളോട് തിരിച്ച് ചോദിക്കണം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ പറയുന്നത് ഈ അസോസിയേഷനിലുള്ളവർക്ക് ഇവിടെ ഈ കുടുംബകാര്യത്തിൽ ഇടപെടേണ്ട, നിങ്ങൾ പൊയ്ക്കോളൂ എന്നാണ് പറയുന്നതെങ്കിൽ ഞങ്ങൾക്ക് പോകും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനൊക്കെ അവകാശമുള്ള ആളുകളൊക്കെ ഇപ്പോൾ വരും, അപ്പോൾ പിന്നെ അതിലൊന്നും തർക്കപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നൊക്കെ ഇയാളിങ്ങനെ പറയാണ്. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ തർക്കം കണ്ടിട്ട് പരമേശ്വരൻ പറയുന്നുണ്ട്, തർക്കമൊന്നും വേണ്ട, ഞാൻ പറയാം. എന്തായാലും നിങ്ങൾ പറഞ്ഞ ഈ രണ്ടുപേരും ഈ കണിമംഗലത്തെ കുറേ കാലമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഇവിടെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് പേരാണ്. ആ രണ്ട് പേര് ഇവിടെയുള്ള ബാക്കിയുള്ളവരുടെ ഭക്ഷണത്തിലൊക്കെ മായം കലർത്തിയ രണ്ട് പേരാണ്. അങ്ങനെ അവരങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് അവർക്ക് ഭക്ഷണം നിഷേധിക്കേണ്ടി വന്നു എനിക്ക് എന്നൊക്കെ ഈ പരമേശ്വരൻ ഇങ്ങനെ പറയുമ്പോൾ ഈ അസോസിയേഷൻ്റെ സെക്രട്ടറി ഇതൊക്കെ കേട്ടിട്ട് പറയുന്നുണ്ട്, സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഒന്ന് സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഒരാൾക്കും അതുപോലെ ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാത്തൊരു പെൺകുട്ടിക്കുമാണ് നിങ്ങൾ ഭക്ഷണം നിഷേധിച്ചത്, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ഇയാൾ അങ്ങോട്ട് തിരിച്ചു ചോദിക്കുകയാണ് പരമേശ്വരനോട്. അതിലും വലിയ തെറ്റൊക്കെ ഉണ്ടോ എന്ന് ഈ അസോസിയേഷൻ സെക്രട്ടറി ഇങ്ങനെ ഇവരോട് എല്ലാവരോടും കൂടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രാധിക പറയുന്നുണ്ട്, ഈ പറയുന്ന നിങ്ങൾ രണ്ടുപേരും ഈ രണ്ടുപേരും നിങ്ങൾ പറയുന്ന ഈ ആളുകൾ എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിൽ പെട്ടവരാണ്. അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരതകളൊക്കെ ഞാൻ നേരിട്ട് കാണുന്ന ഒരാളാണ്. ഒന്ന് എൻ്റെ മുത്തശ്ശിയാണ്, ഒന്ന് എൻ്റെ അനിയത്തിയാണ്. ഒക്കെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയാൽ അത് ചോദിക്കാൻ വേണ്ടി മാത്രം ഈ വീട്ടിലേക്ക് കയറിയാൽ മതി. വല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഈ വീട്ടിലുള്ളവർ അനുഭവിക്കുന്ന വേദനകളും ബുദ്ധിമുട്ടും അവരെ കൊണ്ടുള്ള ശല്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് കാണുന്ന ഒരാളാണ് എന്നൊക്കെ ഇങ്ങനെ രാധിക പറയാണ്. അവൻ പത്മിനി അതൊക്കെ കേട്ടിട്ട് പത്മിനി പറയുന്നുണ്ട്, നിങ്ങൾക്കൊന്നും ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ അസോസിയേഷൻകാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല നിങ്ങളുടെ ഭാഗത്ത് മാത്രമുള്ളൂ ന്യായം, അവരുടെ ഭാഗത്ത് ന്യായമില്ല എന്ന് ഇതിനൊരു അർത്ഥമില്ലല്ലോ, അവരുടെ ഭാഗത്ത് ഒരു ന്യായം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇവരോട് തിരിച്ചും ഈ അസോസിയേഷൻകാരൻ ഇങ്ങനെ പറയാണ്. സുകുമാരി നന്നായിട്ട് ഇയാളെ കയ്യിലെടുത്തിട്ടുണ്ട്, ഇയാളെ സംസാരം കേട്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി, ആ നിയമപരമായിട്ട് ആ പെൺകുട്ടി തന്നെയാണ് വരുണിൻ്റെ ഭാര്യ. അപ്പോൾ ആ ഭാര്യ ജീവിച്ചിരിക്കുക ഈ വരുണ് ആ പെൺകുട്ടിയുടെ ചേച്ചിയെ വിവാഹം കഴിച്ചിട്ട് ഒരുമിച്ച് തന്നെ അവളുടെ മുന്നിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ അവരുടെ സൈഡിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങളൊക്കെ തോറ്റു പോകത്തേ ഉള്ളൂ എന്ന് ഈ അസോസിയേഷൻകാരൻ ഇങ്ങനെ കുറച്ച് സ്ട്രോങ് ആയിട്ട് ഈ രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ജയഭാരതി ചോദിക്കുന്നുണ്ട്, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളെ ഈ വീട്ടിലേക്ക് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആരാണ്? എന്തായാലും നിങ്ങളുടെ സംസാരം കേട്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുള്ള ഒരു സംസാര രീതി അല്ല നിങ്ങൾക്ക്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് എന്നൊക്കെ ജയഭാരതി മുത്തശ്ശി ഇയാളോട് ഇങ്ങനെ തിരിച്ച് ചോദിക്കണേ. ചോദ്യം ചെയ്യലിൻ്റെ ഭാവമാണ് നിങ്ങൾക്ക്, നിങ്ങളിൽ ആർക്കാണ് ആ CI ആയിട്ട് നന്നായിട്ട് അടുത്ത ബന്ധമുള്ളത് എന്നൊക്കെ ഇങ്ങനെ ജയഭാരതി മുത്തശ്ശി ഇവരോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് പരമേശ്വരൻ പറയുന്നുണ്ട്, വക്കീൽ സാറേ, ഈ SI എന്ന് പറയുന്നത് CI എന്ന് പറയുന്നത് അയാൾ നിങ്ങളുടെ അടുത്ത സുഹൃത്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
അയാളുടെ ആജ്ഞയാണ് നിങ്ങളിപ്പോൾ ഇവിടെ പ്രയോഗിക്കുന്നത്, അങ്ങനെ പ്രയോഗിക്കാൻ നിൽക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇയാൾ പറയുന്നുണ്ട് ആയിക്കോട്ടെ, എന്തായാലും ആ കംപ്ലയിൻറ്റ് തന്ന 2 സ്ത്രീകൾ ഇവിടെ ഇപ്പോഴും ഉണ്ടോ, അതോ നിങ്ങൾ 2 പേരും അവരെയൊക്കെ ഇറക്കി വിട്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് ഈ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടി പറയുന്നുണ്ട് നമ്മളെന്നെ വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയാണ്. എന്നിട്ട് വേഗം ഇവരെ മുന്നിലേക്ക് അങ്ങോട്ട് ചെല്ലാണ്. സുകുമാരി മുത്തശ്ശി അങ്ങോട്ട് വരുന്നത് തന്നെ ഭയങ്കര ക്ഷീണമൊക്കെ അഭിനയിച്ചിട്ട് കരഞ്ഞോണ്ടാണ്. ഞങ്ങളിവിടെ ഉണ്ട് സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രിയങ്കേനെയും പിടിച്ചുകൊണ്ട് അവരെ മുന്നിലേക്ക് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു ഗതിയില്ലാത്തതുകൊണ്ടാണ് കംപ്ലയിൻറ്റ് തന്നത്. എത്ര നേരം എന്ന് വെച്ചോ പട്ടിണി കിടക്കുന്നത്. ഈ സുഖമില്ലാത്ത കുട്ടിയാണെങ്കിൽ ഇടയ്ക്ക് എന്നോട് ഇങ്ങനെ ഭക്ഷണം തായോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലുമാണ്. ഇതൊരു മനുഷ്യജീവിയല്ലേ സാറേ, 2 ദിവസമായിട്ട് ഞങ്ങൾ മുഴുവൻ പട്ടിണിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കള്ളം കൂടി കൂട്ടി മിക്സ് ആക്കിയിട്ടാണ് ഈ സുകുമാരി മുത്തശ്ശി ഇവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം മുന്നേ ഞാൻ വന്ന് നോക്കുമ്പോൾ എൻ്റെ കൊച്ചുണ്ട് അവിടെ തോട്ടത്ത് പോയിട്ട് പച്ചിലൊക്കെ വിശപ്പുകൊണ്ട് ഇലകളൊക്കെ പറിച്ച് തിന്നുന്നു എന്നൊക്കെ ഇങ്ങനെ കള്ളം പറയുമ്പോൾ ഈ പത്മിനി രാധികയും കൂടിയൊക്കെ ആകെ ഷോക്കായി നിൽക്കണം. അങ്ങനെ ഒരു സംഭവമേ ഇല്ല, 2 ദിവസമായിട്ടൊന്നുമല്ല പട്ടിണി, ഇന്നലെ രാത്രി തൊട്ടാണ് പട്ടിണി. എന്നിട്ട് ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കാതിരുന്ന ഇവരാണ് ഈ കള്ളം മുഴുവനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഇവർ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. നമ്മുടെ രാധികയ്ക്കും പത്മിനിക്കൊക്കെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തൊന്നുമില്ല. എന്താ അങ്ങനെ ഇവർ സംസാരിക്കുന്നതെന്ന് നോക്കി നിൽക്കണം ഇവർ 2 പേരും. എന്തായാലും ഗതി കെട്ടിട്ട് രാധിക പറയുന്നുണ്ട്, മുത്തശ്ശി വെറുതെ കള്ളം പറഞ്ഞിങ്ങനെ പ്രചരിപ്പിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യോ കള്ളമൊന്നും അല്ല സാറേ, സത്യമാണ്. ഇനി ഞങ്ങൾ പറയുന്ന കള്ളാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ പോയിട്ട് ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്തിട്ട് പോയിട്ട് പരിശോധിച്ചാൽ ഞങ്ങളുടെ വയറ്റിൽ എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തോളൂ എന്നൊക്കെ ഇങ്ങനെ സുകുമാരി മുത്തശ്ശി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാകുമെന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ പരാതി തന്നത്, അതുകൊണ്ട് ഭക്ഷണമൊന്നും ഞങ്ങളുടെ വയറ്റിനകത്തൊന്നും ഉണ്ടാകത്തില്ല എന്ന് ഞങ്ങൾക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇനി എന്തായാലും നിങ്ങൾ വന്നാലും ഈ വനിതാ കമ്മീഷനുകാർ വന്നാലും ഈ പോലീസുകാർ ആര് വന്നാലും ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രിയങ്ക മുത്തശ്ശിനെ തോണ്ടിയിട്ട്, മുത്തശ്ശി എനിക്ക് വിശക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി എല്ലാവരോടും എന്താ കണ്ടില്ലേ എന്നൊക്കെ പറയാണ്. അവർ പട്ടിണിയാണെന്ന് ഇങ്ങനെ അവളെ കാണിച്ച് കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഈ അസോസിയേഷനിലെ ആ സെക്രട്ടറി ഇങ്ങനെ പറയുന്നുണ്ട്, പരമേശ്വരൻ സാറേ കണ്ടിട്ടില്ലേ, ഇവർ ചെയ്യുന്നതൊക്കെ കണ്ടില്ലേ, അവർ പട്ടിണിയാണ്, പട്ടിണിയുള്ളവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാന്നല്ലേ നിങ്ങളത്, അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇടയിൽ നിന്നൊക്കെ അവരതെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ഇവരെങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീടിന് മുന്നിൽ വന്നിട്ട് കൈ നീട്ടുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ കൊടുക്കുമായിരുന്നെങ്കിലും വീടിൻ്റെ അകത്ത് നിന്ന് കൈ നീട്ടുന്നവർക്കെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്തൂടെ എന്നൊക്കെ ഇയാളിങ്ങനെ പരമേശ്വരനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പരമേശ്വരനാണെങ്കിൽ എന്താ പറയേണ്ടതെന്നൊന്നും അറിയാതെ നാണം കെട്ട് തല താഴ്ത്തി അങ്ങനെ നിൽക്കുകയാണ്. സുകുമാരിക്ക് എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഉള്ളിൽ. ഇതൊക്കെ കേട്ടപ്പോൾ പിന്നെ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും പോയിക്കോളൂ, ഈ പ്രശ്നമൊക്കെ ഞങ്ങൾ പരിഹരിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ അസോസിയേഷൻകാരോട് പറയുമ്പോൾ ഈ അസോസിയേഷൻ സെക്രട്ടറി ഉണ്ട്, പരിഹരിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, കാരണം നാളെ കുറേ ആയിട്ട് ഈ അസോസിയേഷനിൽ നിങ്ങളുടെ കുടുംബ പ്രശ്നം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനിയും ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ നമുക്ക് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ വരുൺ അവരെ വിളിക്കണേ, ഒന്ന് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് വരുൺ പറയുന്നുണ്ട്, അസോസിയേഷനിൽ നിങ്ങളെ പൊസിഷൻ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ നിങ്ങളുടെ വീട്ടിലും ഒരു ദിവസം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ എനിക്കും അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിൽ കയറി ഇടപെടാനുള്ള ഒരു അവകാശമൊക്കെ ഉണ്ടായിരിക്കില്ല എന്ന് അവരോട് തിരിച്ചു ചോദിക്കണേ. അത് കേട്ടപ്പോൾ പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുകയാണ്. അപ്പോൾ ഈ വരുൺ പറയുന്നുണ്ട്, വക്കീൽ സാറേ നിങ്ങളുടെ മരുമകനെ 2 മാസം മുന്നേ ലഹരി കൈവശം വെച്ചതിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ കൂട്ടത്തിൽ വേറൊരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഈ കൂട്ടത്തിലുള്ള നിങ്ങളുടെ മരുമകനെ കുറച്ച് കാലം മുന്നെയാണ് പോലീസുകാർ വന്നത് വീട്ടിലേക്ക്, എന്തിന് നിങ്ങളുടെ മരുമകന് ഒരു കൊലപാതകത്തിൻ്റെ ഉത്തരവാദിയാണെന്നൊക്കെ പറഞ്ഞ് അവരെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ വരുണും തിരിച്ച് പറയാൻ തുടങ്ങുകയാണ്. അന്നൊന്നും ഞങ്ങളാരും നിങ്ങളുടെ കുടുംബത്തിലേക്ക് ചോദ്യം ചെയ്യാനോ ക്വസ്റ്റ്യൻ ചെയ്യാനോ ഒന്നിനും വന്നിട്ടില്ല എന്നൊക്കെ അവരോട് പറയുമ്പോൾ അവരാകെ മിണ്ടാതെ നിൽക്കുകയാണ്. ആകെ ഇനി എന്താ ചെയ്യുക, എന്തായാലും കുടുങ്ങിപ്പോയി എന്നുള്ള രീതിയിൽ അവരെങ്ങനെ വരുന്നതിൻ്റെ മുന്നേ നിൽക്കുകയാണ്. വരുണ് പറയുന്നുണ്ട്, അപ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഇറക്കി വിട്ട് ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ്, ഇതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ള ഒരു കാര്യമെങ്കിലും നിങ്ങൾക്ക് അന്വേഷിക്കാമായിരുന്നു എന്ന് വരുൺ അവരങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്. എന്തായാലും സാരമില്ല, കാരണം അകത്തുള്ള പോലെ തന്നെയാണല്ലോ നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചത്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യുന്നില്ല, നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ്. എന്തായാലും അസോസിയേഷൻകാർ പെട്ടെന്ന് അവിടെ നിന്ന് തടി തപ്പുകയാണ്. ഇനി അവിടെ നിന്നാൽ എന്തായാലും ശരിയല്ല എന്നുള്ള മട്ടിൽ അവർ വേഗം അവിടെ നിന്ന് പോവുകയാണ്. അവർ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ കണിമംഗലത്തുള്ള എല്ലാവരും നോട്ടം സുകുമാരിയുടെയും പ്രിയങ്കയുടെ മുന്നിലേക്കാണ്. അപ്പം വരുൺ ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുകയാണ്. അവരെ നേരെ അസോസിയേഷൻകാർ പോയി കഴിഞ്ഞ് നേരെ തിരിഞ്ഞ് സുകുമാരിയുടെ മുഖത്തെ അങ്ങനെ നോക്കുന്ന സമയത്ത് രാധിക വന്നിട്ട് സുകുമാരനോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ മുത്തശ്ശിയുടെ ഉദ്ദേശം, അച്ഛനെയും മുത്തശ്ശീനെയും വരുണിനൊക്കെ ഇങ്ങനെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രാധിക നന്നായിട്ട് സുകുമാരനെ ഇങ്ങനെ ചീത്ത അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ സുകുമാരി പറയുന്നുണ്ട് ഞങ്ങൾക്ക് വിശന്നാൽ പിന്നെ ഞങ്ങൾ വേറെ എന്താ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പത്മിനി പറയുന്നുണ്ട് വിശക്കും ദാഹവും ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി നിൽക്കണം, കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മര്യാദക്ക് അടങ്ങി ഇവിടെ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പത്മിനി അവരോട് പറയാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ സുകുമാരിക്ക് ഭയങ്കര പുച്ഛം. അവർ പറയും ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ ഞങ്ങളിവിടെ ചെയ്യുമോ എന്നൊക്കെ പറയുമ്പോൾ വരുണിന് ഇങ്ങനെ ദേഷ്യം വരികയാണ്. വരുണ് വേഗം ഇവരെ തല്ലാൻ വേണ്ടിയിട്ട് അങ്ങ് പോവുകയാണ്. നിങ്ങൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ സുകുമാരിയുടെ അടുത്തേക്ക് വരുമ്പോൾ എല്ലാവരും കൂടി പിടിച്ചു വെക്കുകയാണ്. രാധിക വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പിറകേക്ക് തള്ളി മാറ്റാണ്. പത്മിനി അറിയേണ്ടി വരണം ഒന്നും ചെയ്യണ്ട, എന്തായാലും അവർക്ക് വേണ്ടത് അവരുടെ അടുത്ത് കഴിച്ചോട്ടെ എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി കുറച്ച് സ്ട്രോങ്ങിൽ ഇങ്ങനെ സംസാരിക്കണേ. ഞങ്ങൾക്ക് വേണ്ടതേ ഒക്കെ ഞങ്ങൾ ഇവിടെ ചെയ്യും, പിന്നെ ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലയെന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാനൊന്നും വിചാരിക്കണ്ട, പരാതി അങ്ങ് മുകളിൽ വരെ പോയിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ സുകുമാരി ഇങ്ങനെ ഇവരോടെല്ലാവരും കൂടി ഇങ്ങനെ പറയാണ്. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ സുകുമാരി പ്രിയങ്കേനെ പിടിച്ച് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ പത്മിനി ഇങ്ങനെ പരമേശ്വരൻ്റെ മുഖത്ത് നോക്കുന്നൊക്കെ ഉണ്ട്. പരമേശ്വരൻ ആകെ തല താഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ ജയഭാരതി ചോദിക്കുന്നുണ്ട് പരമേശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ വരുണിൻ്റെ അച്ഛൻ പറയാണ് നാണക്കേടിൻ്റെ മേലെയാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ നാണം കെട്ട് നിൽക്കുകയാണ്. എനിക്കാകെ മടുത്ത് തുടങ്ങി. എല്ലാവരും കൂടി അവജ്ഞയോടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഒരു ചവറ്റുകട്ടയിലാണ് എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നി തുടങ്ങുകയാണ്. ഇവിടെയുള്ള എല്ലാവർക്കും ഓരോ അഭിപ്രായം പറയാനുള്ള അവസ്ഥയൊക്കെയാണ് ഇപ്പോൾ കണിമംഗലം മാറിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വരുണിൻ്റെ അച്ഛൻ അവിടുന്ന് ഭയങ്കര ഡിപ്രഷനായിട്ട് അവിടുന്ന് പോവുകയാണ്. എന്തായാലും കണിമംഗലത്തുള്ള എല്ലാവരും ഭയങ്കര ടെൻഷനിൽ നിൽക്കുകയാണെങ്കിലും അവിടെ റൂമിൽ പ്രിയങ്കയുടെ മുത്തശ്ശിയും ഭയങ്കര പൊട്ടിച്ചിരിയാണ്. അവർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ പ്രിയങ്ക ഇങ്ങനെ സുകുമാരനോട് പറയുന്നുണ്ട് ഈ മുത്തശ്ശി എന്തായാലും അടിപൊളിയാണ്, അവരാകെ നാണം കെട്ടുപോയി തല താഴ്ത്തി നിൽക്കുകയായിരുന്നു, അവരുടെ വരവ് എന്തായാലും നല്ല ഗംഭീരമായി മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരവിടെ കിടന്ന് അങ്ങോട്ട് ആഘോഷിക്കുകയാണ്. എന്തായാലും 2 ദിവസം പട്ടിണി കിടന്നാൽ എന്താ, ഇങ്ങനെ ഒരു അവസരം വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ ഭയങ്കര സന്തോഷിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അവരെന്തായാലും നാണം കെട്ട് തല താഴ്ത്തി നിൽക്കുമ്പോൾ പരസ്പരം ഒന്ന് നോക്കാൻ പോലും അവർക്ക് നാണക്കേട് തോന്നുന്ന നിൽപ്പാണ് ഈ കണിമംഗലത്തുകാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി അറിയണ്ടേ എടി ഭക്ഷണമൊന്നും തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഇത്രയ്ക്ക് സ്ട്രോങ് ആവുമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ലടി മോളെ. എന്തായാലും ഇനി കുറച്ച് കാലത്തേക്ക് നമുക്ക് വേണ്ടതൊക്കെ അവിടെ ചെയ്യാം, നമ്മൾ എന്ത് ചെയ്താലും ഞാൻ അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്ട്രോങ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. അപ്പം പ്രിയങ്ക അറിയണ്ടേ ആ വക്കീലും CI സാരും ഒക്കെ നല്ല കൂട്ടാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഈ മുത്തശ്ശി പറയാണ് അതൊക്കെ ഇവർ രണ്ടുപേരും കള്ളന്മാരല്ലേ, ഒക്കെ ഒറ്റ വർഗ്ഗങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പ്രിയങ്ക പറയുന്നുണ്ട് എന്തായാലും നമ്മൾ ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് അവരെ എല്ലാവരും കൂടി ഇനി നമ്മളെ പകരം വീട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ വരണമല്ലോ, രാധിക വരണം, പത്മിനി വരണം, ജയഭാരതി വരണം, എല്ലാവരും വരണം, വരുണും വരണം, എന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാക്കുതർക്കം നിന്നാൽ പോരാ, അവരുടെ അടുത്ത് നിന്ന് 1-2 തല്ലും കൂടി നമ്മൾ വാങ്ങണം എന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക ഇത് എന്താ ഇങ്ങനെ മുത്തശ്ശി സംസാരിക്കുന്നത് വിചാരിച്ച് അന്തം വിട്ട് നിൽക്കണേ. അതെന്തിനാ മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എടി മോളെ, ഒന്നാമത്തെ കുറ്റം എന്ന് പറയുന്നത് നിൻ്റെ അവകാശങ്ങൾ അവർ നൽകാത്തത് കൊണ്ട്, രണ്ടാമത്തെ കുറ്റം അവർ നമ്മളെ പട്ടിണിക്ക് ഇട്ടുകൊണ്ട്, മൂന്നാമത്തെ കുറ്റം എന്ന് പറയുന്നത് നമ്മൾ അസോസിയേഷൻകാർക്ക് കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ പേരിൽ നമ്മളെ തല്ലി എന്നതിന്, അങ്ങനെ തല്ലിയത് കൊണ്ട് വീടിൻ്റെ മുന്നിലൊരു വണ്ടി വന്ന് നിൽക്കും, പോലീസ് വണ്ടി ഇടി, എന്നിട്ട് ഇവിടെയുള്ള എല്ലാവരെയും ആ വണ്ടിയിൽ അങ്ങനെ കയറ്റിയിട്ട് കൊണ്ടുപോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ മനക്കോട്ട കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് പ്രിയങ്ക പറയുന്നുണ്ട് മുത്തശ്ശി അവർ നമ്മൾ ഇങ്ങോട്ട് തല്ലുന്നില്ലെങ്കിൽ നമുക്ക് അവരെ പോയിട്ട് അങ്ങോട്ട് തല്ലാന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതൊന്നും വേണ്ട, ആ വരുണിനെ എനിക്ക് കുറച്ച് പേടിയുണ്ട്, കാരണം അവന് കൊല്ലാനും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞവനാണ്, അപ്പോൾ ചത്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് നിയമം, ചത്ത് കഴിഞ്ഞില്ല ജീവൻ പോയില്ല എന്നൊക്കെ അങ്ങനെ സുകുമാരി മുത്തശ്ശി അവളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണേ. പ്രിയങ്ക ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അല്ല മുത്തശ്ശി നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കണ്ടേ, എന്തായാലും ഇവിടുത്തെ കിച്ചൺ നമുക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് തുറന്നിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഫ്രീ ആയിട്ട് അവിടെ പോയി എന്ത് വേണമെങ്കിലും കഴിച്ചേക്കാം, എന്തായാലും വാ നമുക്ക് പോയി ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ പ്രിയങ്ക ഇങ്ങനെ ഒരു ഡൗട്ട് പറയുന്നുണ്ട് അല്ല മുത്തശ്ശി ഇനി അവരെ ഭക്ഷണത്തിൽ വിഷം കലക്കിയ പോലെ അവർ നമ്മളെ ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷം കലക്കുക എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി അറിയുന്നുണ്ട് ഇവിടുത്തെ കിച്ചണിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം നിൻ്റെ വയറിനോ എന്തിനെങ്കിലുമൊക്കെ തോന്നിയാൽ ചത്ത പോലെ കിടന്നോണ്ടി, കാരണം നമുക്ക് അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുക്കുക, ഇവിടെ കണിമംഗലത്തുകാർ ഞങ്ങൾക്ക് വിഷം തിന്ന് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളൊരു കംപ്ലയിൻറ്റൊക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവർ അതിന് മുന്നേ തന്നെ ഓരോ ഡിസ്കഷനിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ നീ ചത്ത പോലെ കിടക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പുറത്തേക്ക് ഓടിയിട്ട് ഈ നാട്ടിലുള്ള എല്ലാവരും വിളിച്ചുകൊണ്ടുവന്നിട്ട് ഞാൻ നിന്നെ കാണിച്ചു കൊടുക്കും, നിൻ്റെ അവസ്ഥ ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് അവരെ നാണം കെടുത്തുന്നൊക്കെ സുകുമാരി മുത്തശ്ശി പറയാണ്.
എന്തായാലും സത്യം പറഞ്ഞാൽ ജീവിതത്തിന് ഇപ്പോൾ ഒരു രസമുള്ള ഇപ്പോഴാണ്. പണ്ടാണെങ്കിൽ നിൻ്റെ അച്ഛന് പറയുന്ന വേദം ചൊല്ലുന്നതൊക്കെ കേട്ട് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ അങ്ങനെ ഇരിക്കണം. എന്നിട്ട് അവിടെയുള്ള നാട്ടുകാരൊക്കെ വന്നിട്ട് സുകുമാരിക്ക് വയസ്സായല്ലോ, പ്രായമായില്ലേ, ഇനി എന്തൊക്കെ ചെയ്യാനാന്നൊക്കെ അവരുടെ ആ സംസാരമൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്നോണ്ട് അവിടെ തന്നെ അങ്ങനെ വയസ്സാം കാലത്ത് ആ ഒരു കണ്ടീഷനിൽ അങ്ങനെ ജീവിക്കേണ്ടി വന്നു എന്നൊക്കെ ഇങ്ങനെ സുകുമാരി മുത്തശ്ശി ഇങ്ങനെ പറയാണ്. ഇപ്പം നോക്ക്, ഈ കണിമംഗലം എന്ന് പറയുന്ന ഈ വലിയ കുടുംബം തന്നെ ഈ സുകുമാരിയുടെ കയ്യിലാണ്. ഞാൻ കാരണം അത് അത്രയും വലിയൊരു പടുത്തുയർത്തതൊക്കെ തകരുന്ന അവസ്ഥയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സുകുമാരി ഇങ്ങനെ ചിരിക്കണ്. അപ്പം പ്രിയങ്ക അറിയണ്ട് മുത്തശ്ശിനെ ഇവർക്ക് മാത്രമല്ല പേടി, ഈ നാട്ടിലുള്ളവർക്കും അസോസിയേഷൻകാർക്കും എല്ലാവർക്കും മുത്തശ്ശിനെ പേടിയാണ് എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി ചിരിച്ചിട്ട് പറയുന്നുണ്ട്, ആ മതിയടി, എന്തായാലും നമുക്ക് ഭക്ഷണം പോയി കഴിക്കാം, ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി സംസാരം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പ്രിയങ്ക അറിയുന്നത് നമ്മൾ രണ്ടാൾ റിസ്ക് എടുക്കൊന്നും വേണ്ട, ഇവിടെ രണ്ടുപേരുണ്ടല്ലോ, ആ കൽപ്പന ഉർവശി, ആവശ്യത്തിന് ഒരു ഉപകാരത്തിന് അവരെ കൊള്ളത്തില്ല, അവരെ വിശ്വസിക്കാനും പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി അറിയുന്നുണ്ട്, അത് ശരിയാണ്, അവരെ ആവശ്യത്തിന് എന്തായാലും നമ്മൾ ഉപയോഗിക്കണം എന്ന് വിചാരിച്ചിട്ട് അവർ അങ്ങോട്ട് വിശ്വസിക്കാൻ കൊള്ളാത്ത രണ്ട് സാധനങ്ങളാണ്. എല്ലാം എന്തായാലും ഒന്ന് കലങ്ങി തെളിയട്ടെ. എന്തായാലും ഇതിൻ്റെ മുന്നേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ അതിന് മുന്നേ ഇവർക്ക് രണ്ടുപേർക്കും നല്ലൊരു പണി കൊടുത്തിട്ട് നമുക്ക് ഇറങ്ങിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ ഇവർ ചർച്ച ചെയ്യാണ്. ഇവർ പിന്നെ അതൊക്കെ ചർച്ചയൊക്കെ അവസാനിപ്പിച്ച് ഫുഡ് കഴിക്കാൻ പോവാണ്. പക്ഷേ അവിടെ കണിമംഗലത്തുള്ള എല്ലാവരും അവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടി അവിടെ ഇരിക്കുകയാണ്. വരുണും മുത്തശ്ശിയും രാധികയും കൂടിയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഇനി അവരെന്തൊക്കെ ചെയ്യാൻ പോകും, അവർക്ക് ഇട്ട് എങ്ങനെ പണി കൊടുക്കാമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട്, അല്ല ഈ അസോസിയേഷൻകാർക്ക് നമ്മുടെ കുടുംബത്തോട് എന്തെങ്കിലുമൊക്കെ ഒരു വൈരാഗ്യം ഉണ്ടോ മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ ജയഭാരതിനോട് ചോദിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ കയറി വരികയാണ്, അച്ഛനോട് ചോദ്യം ചെയ്യാനും നാണം കെടുത്താനൊക്കെ ആയിട്ട് ഇവരിങ്ങനെ വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, കണിമംഗലത്തുകാരൊക്കെ കാണുമ്പോൾ എങ്ങനെ തൊഴുത് നിൽക്കുന്നവരും നമസ്കാരം പറയുന്നവരും വിശേഷം അന്വേഷിക്കുന്നവരൊക്കെ ഈ കണിമംഗലത്തുകാരോടുള്ള ബഹുമാനം കൊണ്ടാണെന്നൊന്നും അങ്ങനെയുള്ളൊരു ചിന്ത ഒന്നും വേണ്ട. അവർക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന നല്ലൊരു അവസരമാണ് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പോരാത്തതിന് രണ്ട് പെണ്ണുങ്ങൾ വിളിച്ച് പറയാണ് അവിടെ പട്ടിണിയാണ്, കഷ്ടപ്പാടാണെന്നൊക്കെ വിളിച്ച് പറയുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ വരുന്നവർക്ക് ഒരു ചോദ്യം ചെയ്യലിൻ്റെ ഒരു പരിവേഷം കിട്ടുമല്ലോ, അതുകൊണ്ട് അത്ര ഇൻട്രസ്റ്റ് കാണിച്ച് അവർ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ജയഭാരതി മുത്തശ്ശി രാധികയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ കേട്ട് വരും പറയുന്നുണ്ട്, എന്തായാലും ഇതൊക്കെ സംഭവിക്കുമ്പോഴൊക്കെ നാണം കെട്ട് തല താഴ്ത്തി നിൽക്കേണ്ടത് അച്ഛനാണ്. അപ്പോൾ ഈ അച്ഛൻ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കേണ്ടി വരുന്നതൊക്കെ ഞാൻ കാരണമാണ്, എനിക്കതൊന്നും സമ്മതിച്ച് കൊടുക്കാൻ പറ്റത്തില്ല മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ വരുൺ പറയാണ്. അപ്പം രാധിക പറയുന്നുണ്ട്, വരുൺ മുത്തശ്ശിയും പ്രിയങ്കയും കൂടി അവർക്ക് എന്തെങ്കിലുമൊക്കെ നാണക്കേട് വന്നു ഈ കണിമംഗലത്തുകാർക്ക് എന്ന് തോന്നിയാൽ പിന്നെ ആ കാര്യം മാത്രം ചെയ്യത്തുള്ളൂ, അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നാണം കെടുത്തണം എന്നാണ്, അവരോട് ഇനി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ അങ്ങനെ വരുണിനോട് രാധിക പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ ജയഭാരതി മുത്തശ്ശി അറിയണ്ടെങ്കിൽ എന്തായാലും ആ പ്രേങ്കി ആ മുത്തശ്ശിയും കൂടി നമ്മളെ മാത്രമല്ല അവളെ ബന്ധുക്കളെ എല്ലാവരെയും കൂടി ഇങ്ങനെ അവൾക്ക് ബുദ്ധിക്ക് സ്ഥിരതയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ലാത്തവൾ കുറച്ചു കാലം അവൾ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കള്ളം പറഞ്ഞല്ല, അതിൽ യാഥാർത്ഥ്യമായിട്ട് ഒരു യാഥാർത്ഥ്യം പോലും ഇല്ല എന്നൊക്കെ നമ്മൾ തെളിയിച്ച്, അതുകൊണ്ട് ഒരു ദിവസമെങ്കിലും അവരോട് എല്ലാവരുടെ മുന്നിലും അവരെ കള്ളം പുറത്ത് വരണം, അവരെ ബുദ്ധിക്ക് ഒരു സ്ഥിരതയില്ല എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. അങ്ങനെ എന്ത് ചെയ്താലും ദൈവത്തിന് ഒരു കോപം കൂടി നമ്മളെ മേൽക്ക് ഏൽക്കില്ല, കാരണം അത്രയും ക്രൂരത ചെയ്യുന്ന ഇവർക്ക് എന്ത് ശിക്ഷ കൊടുത്തു എന്ന് വിചാരിച്ച് ദൈവം ഒന്നും കോപിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ ജയഭാരതി മുത്തശ്ശി പറയാണ്. അപ്പോൾ രാധിക അങ്ങനെ പറയുന്നുണ്ട്, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മുത്തശ്ശി എന്നൊക്കെ ചോദിക്കുമ്പോൾ ജയഭാരതി മുത്തശ്ശി അറിയുന്നുണ്ട്, ഒരു ഐഡിയ ഉണ്ട് എന്നൊക്കെ അങ്ങനെ ജയഭാരതി മുത്തശ്ശി പറയാണ്. ആ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ അസോസിയേഷൻകാർ വന്നപ്പോൾ അവളെ ബുദ്ധി നേരെ അല്ല എന്നല്ലേ ഈ സുകുമാരി പറഞ്ഞത്, അപ്പോൾ നമുക്ക് ആ വഴി തന്നെ നോക്കാമെന്നൊക്കെ പറയുമ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എന്താ ഉദ്ദേശിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ മുത്തശ്ശി കാര്യം എന്താണെന്ന് അവരോട് രണ്ടാളോടും പറയാതെ അവിടെ നിന്ന് എണീക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വാ നിങ്ങൾ രണ്ടാളും എഴുന്നേറ്റ് വരി, ഈ കാര്യം നമുക്ക് ഇപ്പം തന്നെ അത് നടപ്പിലാക്കാമെന്ന് പറഞ്ഞിട്ട് സുകുമാരി മുത്തശ്ശിയുടെ അടുത്തേക്ക് നേരെ ജയഭാരതി മുത്തശ്ശി ചെല്ലുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല, രാധികക്കും വരുന്നതിനും. അവർ മുഖമൊക്കെ അങ്ങനെ നോക്കിയിട്ട് പിന്നെ മുത്തശ്ശിയുടെ പിന്നാലെ തന്നെ പോവുകയാണ്. ജയഭാരതി മുത്തശ്ശി നേരെ ചെല്ലണ പത്മിനിയുടെ റൂമിലേക്കാണ്. ആ പത്മിനിയുടെ റൂമിൽ രാധികയും വരുണും എല്ലാവരും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്യണം, എന്താണ് പ്ലാൻ എന്ന് ജയഭാരതി മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട്, പത്മിനിയോട് കാര്യം നീ അവതരിപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാനൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പത്മിനി ഒക്കെ പറയാണ്. അവൻ പ്രിയങ്കയ്ക്കിട്ട് നല്ലൊരു പണിയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്ലാനിങ് എന്താണെന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരികയാണ്. അല്ല നിങ്ങളെന്തിനാണ് ഞങ്ങളെ വിളിച്ചതെന്നൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ പത്മിനി പറയുന്നുണ്ട്, സുകുമാരി അമ്മ ഒന്ന് അടങ്ങി നിൽക്ക്, എന്തായാലും ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും വിളിച്ചത് എന്നൊക്കെ സുകുമാരനോടും പ്രിയങ്കനോടും ഇങ്ങനെ പറയാണ് പത്മിനി.
പത്മിനി ഇങ്ങനെ പറയുന്നുണ്ട്. അത് പിന്നെ ഈ അസോസിയേഷൻകാർ പോയതിന് ശേഷം വീണ്ടും വിളിച്ചിരുന്നു. ഈ പ്രിയങ്കയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ പരമേശ്വരന് അതൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശിയുണ്ട്. അതെന്തായാലും നല്ല കാര്യം. ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട് എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വേണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ജയഭാരതി മുത്തശ്ശിയുണ്ട്. എന്തായാലും പ്രിയങ്കയുടെ അസുഖം മാറാൻ സുകുമാരി അവളെ എന്നും ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു, ചികിത്സയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ വഴിക്ക് നോക്കുന്നതിലും ഒരു അർത്ഥം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ സുകുമാരിനോട് ഇങ്ങനെ ജയഭാരതി മുത്തശ്ശി പറയാണ്. പത്മിനി പറയുന്നുണ്ട്, ദൈവികമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളതും ചെയ്യണം, ദൈവികമായിട്ടുള്ള പ്രവർത്തികളും നമ്മൾ ചെയ്യണം. ഇത്തരത്തിലുള്ള അസുഖമൊക്കെ ഉള്ളവരൊക്കെ കൊണ്ടുപോകുന്നൊരു സ്ഥലമുണ്ട്, കടമ്പനാട്ട് ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പിന്നെ സുകുമാരിക്ക് എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുകയാണ്. സുകുമാരി ഒന്ന് പതറുകയാണ്. എന്നിട്ട് നേരെ പ്രിയങ്കനെ ഇങ്ങനെ ആരും കാണാതെ തോണ്ടുന്നൊക്കെ ഉണ്ട്. പക്ഷേ അവൾ അന്ന് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാത്ത പോലെ ഇങ്ങനെ ആക്ട് ചെയ്യുകയാണെങ്കിൽ അവളും ഉള്ളിൽ ചെറുതായിട്ടൊന്ന് പേടിക്കുകയാണ്. നാളെ എന്തായാലും നമുക്ക് അവിടെ അവളെയും കൊണ്ടുപോകാം എന്നൊക്കെ പത്മിനി പറയുമ്പോൾ സുകുമാരി ഇങ്ങനെ ദേഷ്യപ്പെടുന്നു. അതെന്തിനാ? എനിക്കറിയുന്ന അമ്പലമാണത്. അതൊക്കെ ഈ ബാധ കയറിയെങ്കിലും ഭ്രാന്തന്മാരൊക്കെ കൊണ്ടുപോകുന്ന അമ്പലമാണ്. അവിടെ ഒന്നും അവളെ കൊണ്ടുപോകണ്ടെന്നൊക്കെ ഇങ്ങനെ സുകുമാരി പറയാണ്. മാനസിക ബുദ്ധിമുട്ടുള്ളവരൊക്കെ അവിടെ കൊണ്ടുപോകലുണ്ട് മുത്തശ്ശി എന്നൊക്കെ രാധികയും പറയാണ്. അപ്പോൾ ഇനി എത്ര കാലം അവളിങ്ങനെ ബുദ്ധി ഇല്ലാത്ത പോലെ ഇങ്ങനെ നടക്കും. അതുകൊണ്ട് അവളെ അസുഖം പെട്ടെന്ന് മാറണ്ടേ എന്നൊക്കെ ഇങ്ങനെ രാധിക പറയുമ്പോൾ സുകുമാരി അവളോട് ദേഷ്യപ്പെടുകയാണ്. എടി അവിടെയുള്ളവരൊക്കെ കൊണ്ട് ചെന്നാൽ നല്ല കഠിനമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ വിട്ടു തരത്തില്ല എന്നൊക്കെ ഇങ്ങനെ സുകുമാരി വാശി പിടിക്കണേ. അതൊക്കെ കേട്ട് വരുണ് പറയുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ വിട്ടു തരാത്തത്? എന്തായാലും ഇവിടെ ഉള്ളവരൊക്കെ ഈ പ്രിയങ്കനെ ദ്രോഹിക്കുകയാണ്, ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്ത്. അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാമെന്നാണ് വരുണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളല്ല കംപ്ലയിൻറ്റ് കൊടുത്തത്, ഞങ്ങൾ ആ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ പോവാണ്, ഞങ്ങൾ അവളെ ചികിത്സിക്കാൻ പോവാണ്. അതുകൊണ്ട് ഇവൾ ഞങ്ങളെ കൂടെ വന്നേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ ഒരിടത്തും വരത്തില്ല എന്നൊക്കെ ഇങ്ങനെ അവളിങ്ങനെ ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഞാനൊരിടത്തും വരത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ രാധിക ഇങ്ങനെ പറയുന്നുണ്ട്, നീ പേടിക്കണ്ടിരി, നിനക്ക് ഞാൻ അവിടുന്ന് ബലൂണും പിയും ഒക്കെ മേടിച്ചു തരാം, നിനക്കതൊക്കെ ഇഷ്ടമല്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്കേനെ ഇങ്ങനെ കളിയാക്കിയിട്ട് രാധിക അതുപോലെ ഒരു ടോണിൽ അങ്ങോട്ടും സംസാരിക്കണം. പക്ഷേ ജയഭാരതി മുത്തശ്ശി നല്ല സ്ട്രോങ്ങിലാണ് സംസാരിക്കുന്നത്. ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്ക് ഇഷ്ടമാണോ അതോ നിൻ്റെ മുത്തശ്ശിക്ക് ഇഷ്ടമാണോ ഒന്നും നോക്കുന്നില്ല, ഞങ്ങൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ അപ്പം തന്നെ കൊണ്ടുപോയിരിക്കും എന്നൊക്കെ വാശിയിൽ തന്നെയാണ് ജയഭാരതി മുത്തശ്ശി അങ്ങോട്ടും പറയുന്നത്. അപ്പം ഇവരാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം ഇവരെങ്ങാനും കൊണ്ടുപോയാൽ എന്തായാലും നല്ല തല്ലും എല്ലാം കിട്ടുമെന്ന് സുകുമാരി മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാം. കാരണം അത്യാവശ്യം നല്ല അടിയൊക്കെ കിട്ടുന്ന ഒരു അമ്പലമാണ് ഇത് എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് സുകുമാരി മുത്തശ്ശിക്ക് അത്രയും പേടി. പിന്നെ ഇത് പ്രൊമോയിൽ കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, ജയഭാരതി മുത്തശ്ശി പ്രിയങ്കേനെ നന്നായിട്ട് തല്ലുന്നതൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അവർ അമ്പലത്തിൽ പോകാതെ നമ്മുടെ ജയഭാരതി മുത്തശ്ശി തന്നെ ചികിത്സിക്കാൻ ഇറങ്ങുകയാണ് എന്നൊക്കെ. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ശരിക്കും കറക്റ്റായിട്ട് കാണാം, ഇവളെ ഇനി കൊണ്ടുപോകുന്നുണ്ട്, അത് അവിടെ കണിമംഗലത്ത് നിന്ന് ഇരുന്നിട്ട് തന്നെയാണ് അവൾക്കുള്ള ചികിത്സ വരുന്നത് എന്നൊക്കെ. എന്തായാലും നാളത്തെ എപ്പിസോഡ് ഭയങ്കര രസമുള്ളവന് നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഓക്കെ ബൈ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്.